ഹായ്, ഞങ്ങളിപ്പോഴും മഹാബലേശ്വരത്താണ്. ഇന്നലെ താമസിച്ച ഹോട്ടലിൽ നിന്നാണ്. ഹോട്ടലിന് മുമ്പിൽ നമ്മളിപ്പം പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. രാവിലെ സമയം ഇപ്പോൾ ഏകദേശം 8 മണിയായി. ഇവിടുന്ന് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോകാൻ. അതെ, ഞങ്ങളിനി ഇവിടുന്ന് നേരെ ഒരു ഫോർട്ടുണ്ട്, 2-3 ഫോർട്ടുണ്ട് ഇവിടുന്ന് മുംബൈക്ക് പോകണ വഴിക്ക്. അവിടേക്ക് കയറണം. അവിടെ കയറിയിട്ട് സ്ട്രേറ്റ് മുംബൈ മറൈൻ ഡ്രൈവിൽ സൺസെറ്റ് കാണണമെന്നാണ് ആഗ്രഹം. എങ്ങനെയാകുന്നു നോക്കാം. നമ്മളിപ്പം അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പം നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1-2 ഫോർട്ട് കാണാനൊക്കെ ഓർത്തിട്ടാണ്. അതെ അതെ അതെ, നമ്മളിനി നേരെ പ്രതാപ്ഗഡ് ഫോർട്ടിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ആണ്. ചെറിയ ഹൈക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വരുന്ന വഴിക്കൊരു വ്യൂ പോയിന്റ് കണ്ടുകൊണ്ട് നിർത്തിയതാണ്. നല്ല തണുപ്പും ഇവിടെ ഏകദേശം ഉണ്ട്. ഇവിടെ റോഡുകളിൽ നമുക്ക് ഇങ്ങനെ സ്ട്രോബെറി വിൽക്കുന്ന ഒത്തിരി പേരെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങളും എന്നാൽ ഇത്തിരി സ്ട്രോബെറി വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാട്ടും ഡോണും വാങ്ങാനായിട്ട് ചെന്നിട്ടുണ്ട്. എത്ര? റേറ്റാ കുറച്ച് വിളിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ടേസ്റ്റൊക്കെ നോക്കാനൊക്കെ ആയിട്ടെ. നല്ല ഫ്രഷ് സാധനമാണ്. തൊട്ട് താഴെ തന്നെയാണ് ഇതിൻ്റെ ഫാമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പം ഫാമിൽ നിന്ന് നേരെ ഡയറക്റ്റായിട്ട് കൊണ്ടുവരുവാണ്. ഞങ്ങളിപ്പം 50 രൂപയ്ക്ക് മേടിച്ചു. കുറച്ചേ ഉള്ളൂ, എന്നാലും ഫ്രഷാണ് സാധനം. അതിൻ്റെ കഴിക്കുമ്പോൾ തന്നെ ഫ്രഷ്നസ് ഫീൽ ചെയ്യും. ഇപ്പോൾ ചേട്ടൻ ഞങ്ങൾ ഫാമിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫാമിലും പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. നമ്മളിപ്പം ഫാമിൻ്റെ ആ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുകളിലത്തെ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് ഉള്ളൂ താഴേക്ക്. 5 മിനിറ്റ് എടുക്കുകയല്ല, അത് താഴെ ഉള്ളൂ. നമ്മളെ ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടുത്തെ ചേട്ടൻ്റെ കൊച്ചാണ് ഇപ്പോൾ നമ്മളെ ഫാമിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ചെറിയൊരു ഫാമാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന അവരുടെ വീടിൻ്റെ പുറകെ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരിയൊന്നുമില്ല, കുറച്ച് സ്ഥലത്താണ് ഇവർ തന്നെ കൃഷി ചെയ്തിട്ട് അത് പാകമാകുമ്പോൾ മൂപ്പാകുമ്പോഴത്തേക്കും പറിച്ചുകൊണ്ട് പോയിട്ട് മുകളിൽ റോഡ് സൈഡിൽ കൊണ്ട് വെക്കും. അതെ, ഇടയ്ക്ക് വേറെയും ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുന്നുണ്ട് അവർ. ഇവരൊന്ന് ആയി വരുന്നതേ ഉള്ളൂ. ചിലത് പഴുത്തതുണ്ട്, ചിലത് നേരെ പച്ചയാണ്. ചേട്ടൻ്റെ കൊച്ചാണ്. നമ്മളാ ഫാം കണ്ടു കഴിഞ്ഞു. നമ്മളിപ്പോൾ തിരിച്ച് വീണ്ടും വണ്ടിയുടെ അങ്ങോട്ടേക്ക് പോവാണ്. ഒത്തിരി വലുതല്ല, എനിക്ക് തോന്നുന്നു ജസ്റ്റ് വീട്ടുകാർ തന്നെ അവിടെ ചെയ്യുന്നു, മുകളിൽ കൊണ്ട് വെക്കുന്നു. കൊള്ളാം, ടേസ്റ്റ് ആണ്. നോക്കി ഫ്രഷ് ഐറ്റം, നല്ല ടേസ്റ്റ്. പുറത്തുള്ള ചെറിയ കശുമാവില്ലേ, അതിൻ്റെ രുചിയുണ്ട്. തോടിൻ്റെ സൈഡിൽ അകത്തേക്ക് കൊള്ളാം. നമുക്ക് ഈ സൈഡിലൊക്കെ നമുക്ക് കാണാം സ്ട്രോബെറി വെക്കുന്നവരെ. താഴെയായിട്ട് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായിട്ട് ചെറിയ ഫാമും ഉണ്ട്. നമ്മളിപ്പം പ്രതാപ്ഗഡ് ഫോർട്ടിൻ്റെ അങ്ങോട്ടേക്കുള്ള എൻട്രിയിലേക്ക് കയറുന്നു. നമുക്ക് ഈ മുകളിൽ കാണുന്നതാണ് ഫോർട്ട്, നീണ്ടു കിടക്കുന്നുണ്ട്. നമ്മൾ കയറുന്ന എൻട്രൻസിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഉണ്ട് ഫോർട്ടിൻ്റെ അങ്ങോട്ടേക്ക്. അവിടെ നിന്ന് നടക്കണം തോന്നുന്നു. 1656 ഛത്രപതി ശിവജി നിർമ്മിച്ച ഫോർട്ടാണിത്. ഈ ഫോർട്ട് ബാറ്റിൽ ഓഫ് പ്രതാപ്ഗഡ് എന്ന പേരിൽ വളരെ പ്രശസ്തമാണ്. സമയം ഇപ്പോൾ രാവിലെ 9:30 ഈ 9:30 തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ചുറ്റും ഒത്തിരി വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മാസ്ക് എന്തായാലും ഇവിടെ നിർബന്ധമായിട്ടും വെക്കണം, കാരണം അതുപോലെ തിരക്കുണ്ട് ഇവിടെ. കയറി പോകുന്നതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയ വെള്ളരിക്ക കടലയൊക്കെ വെക്കുന്ന ആൾക്കാരെ കാണാം. പാർക്കിങ്ങിൽ വന്നിട്ട് ഹോട്ടലിലേക്ക് കുറച്ച് നടക്കാനുണ്ട്, ചെറിയൊരു കയറ്റമുണ്ട്. ഇവിടെ നിന്ന് ഇനി മുകളിലേക്ക് സ്റ്റെപ്പുകളാണ്. കാട്ടിൽ കാണുമ്പോൾ അതൊക്കെ കയറി വരുന്നുണ്ട്. രണ്ടുപേരും മടുത്തെന്ന് തോന്നുന്നു. മറാത്ത എംപയറിൻ്റെ ഫ്ലാഗിനെ തോന്നിപ്പിക്കുന്ന വിധമുള്ള ഓറഞ്ച് കളറുള്ള ഫ്ലാഗാണ് ഈ ഫോർട്ടിൻ്റെ മുകളിൽ. ഫോർട്ടിൻ്റെ മുകളിൽ നിന്നും ഉള്ള കാഴ്ചയാണിത്. അവിടെ നിന്ന് താഴെയുള്ള വ്യൂ ഉണ്ട്.
ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇങ്ങനെ ഒരു റൗണ്ടാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫ്ലാഗും. നമുക്ക് ഈ ഫോർട്ടിലേക്ക് കയറാനായിട്ട് എൻട്രി ഫീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വരുന്ന വഴിക്ക് രജിസ്റ്ററിൽ ജസ്റ്റ് ഒന്ന് പേരും ഫോൺ നമ്പറൊക്കെ എഴുതി അവിടെ നിന്ന് സാനിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ മുകളിലേക്ക് വിടും. ഇപ്പോൾ സൈഡിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ആൾക്കാർ താമസിക്കുന്നൊക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ മുകളിലേക്ക് കയറി പോകുന്നതാണ് ഈ കാഴ്ച. ഈ ഫോർട്ട് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഫുള്ള് പച്ചപ്പാണ്. ഇപ്പം ഒരു വരണ്ട പോലെയാണ്, പക്ഷേ മഴ സമയത്ത് ഫുള്ള് പച്ചപ്പ്, നല്ലൊരു വ്യൂ ആണ് ഫോർട്ടിൻ്റെ. പഴയൊരു ക്യാനോണൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പം ഫോർട്ടിലെ കാഴ്ചയെ കണ്ടിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പച്ചങ്ങളൊരു ഫോട്ടോ കൂടെ ഉണ്ട്, അത് കാണണം. അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് മുംബൈ പിടിക്കണം. ആരും തന്നെ മാസ്ക് യൂസ് ചെയ്യുന്നില്ല, പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മളിപ്പം ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മുംബൈക്കുള്ള റൂട്ടിലാണ്. അത്യാവശ്യം നല്ല ഹെയർ പിന്നുകളാണ് ഈ റൂട്ടിൽ. നല്ല വഴിയായിട്ട് നമ്മൾ ഇടുക്കിയിൽ സഞ്ചരിക്കുന്ന ഒരു ശൈലി തന്നെയാണ്. പച്ചപ്പില്ല, എല്ലാം ഡ്രൈ ആണേ ഉള്ളൂ. അതെ, തണുപ്പിൻ്റെ മഴയില്ലാന്ന് പറയും. നമ്മളിപ്പം ഡ്രാഗൺ ഫോർട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. വളരെ ചെറിയൊരു വഴിയാണ്. അത് ഗ്രാമങ്ങളിൽ കൂടെയാണ് പോകുന്നത്. അപ്പുറയും ഇപ്പുറയും കുറച്ച് മാവിൻതോട്ടങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് ഡ്രൈവ് ചെയ്യാൻ. ഞങ്ങൾ റായ്ഗഡ് ഫോർട്ട് ഫ്രണ്ടിൽ വന്നു, പക്ഷേ കയറിയില്ല. കാരണം അമ്മാതിരി സ്റ്റെപ്പുകളാണ്, നല്ല കയറ്റമുണ്ട്. അതുകൊണ്ട് കയറാൻ ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാണ്. ടൈമില്ല. ബോംബെയിൽ കാണാം. അതെ, കയറാനുള്ള മടി കൊണ്ടും കൂടിയാണ്. അതുപോലെ നല്ല കയറാനുള്ള മടി കൊണ്ട് തന്നെയാണ്. ഞാനീ തടിയും വെച്ച് കയറണമെങ്കിൽ വലിയ പാടില്ല. ഞങ്ങളിപ്പോൾ വരുന്നൊരിക്കൽ ചെറിയൊരു കട കണ്ട് നിർത്തിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഇവരുടെ തന്നെ ഒരു സ്റ്റൈലിൽ കഴിക്കാമെന്ന് വിചാരിച്ച് നിർത്തി. ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ കാന്താ ബജി, കാന്താ പോഹ, അത് രണ്ടുമാണ് കേൾക്കാത്ത വാക്കുകൾ. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് ട്രൈ ചെയ്തായിരുന്നു. അപ്പം ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ കാരണം ഓർഡർ ചെയ്തതാണ്. ഇവരുടെ വീടോടുകൂടി ചേർന്നുള്ള ചെറിയൊരു കടയാണിത്. ചെറിയൊരു എന്താ വെച്ചാൽ ഷോപ്പും ഇവരിനെ ഉണ്ടാക്കുന്നു. അങ്ങോട്ടേക്ക് നേരെ ഇവരുടെ വീടുകളൊക്കെയാണ്. ഇതിൻ്റെ NH എന്ന് പറയാനുള്ള സെറ്റപ്പിലുള്ള അങ്ങനെ നമ്മൾ ഫൈനലി മെയിൻ റോഡിൽ കയറി. ഇനിയിപ്പം ഇവിടുന്ന് ഒരു മുംബൈയിലേക്ക് ഇനി ഇവിടുന്ന് ഏകദേശം 90 കിലോമീറ്ററും കൂടെ ഉണ്ട്. റോഡിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങി. അത്യാവശ്യം വീതിയുള്ള റോഡും. നമ്മൾ വെള്ളം റീഫിൽ ചെയ്യുകയാണ്. നമ്മളിപ്പം ഓൺലൈൻ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു വാട്ടർ ഡിസ്പെൻസറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് മൊത്തം ഇതിലേക്ക് ഇറക്കുക. ബട്ടൺ ഇത് പ്രസ് ചെയ്താൽ മതി. ഇതിൻ്റെ പവർ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഫോഴ്സും വരുന്നത്. നമ്മൾ റീചാർജ് ചെയ്യണം. ഏകദേശം ആമസോണിൽ 400 രൂപയ്ക്ക് നമ്മൾ മേടിച്ചതാണ്. അപ്പം നമ്മൾ ഈ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പം 20 ലിറ്ററിൻ്റെ ക്യാനിലാണ് ഏറ്റവും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സൗകര്യം. ഇതിപ്പോൾ നമ്മൾ ചെറിയ 5 ലിറ്ററിൻ്റെ മേടിച്ചിട്ട് അതിനകത്താണ് ഇതിപ്പോൾ വെള്ളം മറ്റേ റീഫിൽ ചെയ്യുന്നത്. ചാർജ് ഭയങ്കര കുറവായതാണ് ഇത്ര സ്ലോ ആയിട്ട്. ഇതാണ് നവി മുംബൈ മഹാനഗരപാലിക. നമ്മളിപ്പം സിഗ്നലിലാണ്. ഒരു ഫ്ലൈ ഓവറിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ നവി മുംബൈ നഗരത്തിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പം മുംബൈ ഐരോളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഞങ്ങളുടെ സ്കൂളിൽ സീനിയർ പഠിച്ച ഒരു ചേട്ടൻ, ജോമി എന്ന് പറഞ്ഞ ചേട്ടനോട് താമസിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ഞങ്ങളെ വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അത് കഴിഞ്ഞ് ഒത്തിരി നാളായിട്ട് കോൺടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ചേട്ടൻ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചു. അപ്പോൾ ഞങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ കാണാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഒത്തിരി നാൾക്ക് ശേഷമാണ്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. വർഷങ്ങളെ കണ്ടിട്ട് ഞങ്ങളുടെ മുംബൈയിലും അവിടെ സീനിയറിനെ കണ്ടിരിക്കുകയാണ്. പക്ഷേ മാസം മതി കേട്ടോ. നമ്മളിപ്പം മുംബൈ മറൈൻ ഡ്രൈവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 9 കിലോമീറ്ററാണ്. ദാദർ കഴിഞ്ഞു. ഇപ്പം
റൂം ഇതുവരെയും ബുക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ സൈറ്റിലും കയറി നോക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല റേറ്റൊക്കെയാണ്, എല്ലാം തന്നെ 4000-5000 റേഞ്ചിലാണ് റൂമിൻ്റെ റേറ്റുകളൊക്കെ. നമ്മളിപ്പം മുംബൈയിലുള്ള കൊളാബയിൽ ഫാബ് സുപ്രീം എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ ലോബിയിലാണ്. നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, 3 പേർക്ക് റൂം. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ, ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത റൂം. ബാത്റൂം അത്യാവശ്യം നല്ലതാണ്. അത് അവസാനം ഞങ്ങൾക്ക് കുറേ തപ്പിയിട്ട് റൂം കിട്ടി. ആദ്യം ബുക്ക് ചെയ്തു, ഇവിടെ തന്നെ ആദ്യം ബുക്ക് ചെയ്തു, അത് കഴിഞ്ഞ് ക്യാൻസൽ ചെയ്തു. അതിന് നല്ലൊരു ഡീല് കിട്ടി. ഇത് ആക്ച്വലി ഇവിടുന്ന് ഗേറ്റ്വേയും താജും മറൈൻ ഡ്രൈവ് എല്ലാം തൊട്ടടുത്താണ്. ഇത് ഞങ്ങളിന്ന് കഴിക്കാൻ പോവാണ്. ഈ റൂം ഞങ്ങൾക്ക് ഏകദേശം 2500 രൂപയ്ക്ക് കിട്ടി, വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ 3 പീപ്പിൾ. ബൊഫേ ആണ്. അപ്പം എല്ലാം കൊണ്ടും ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ മുംബൈയിലെ വിശേഷങ്ങൾ കാണാം. Signing off from Mumbai.